ഹലോ, URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അവിയലുണ്ടാക്കാം. പാലക്കാടൻ അവിയലാണ് കേട്ടോ. കാരണം ഓരോ സ്ഥലത്തെ അവിയലുകളും വ്യത്യസ്തമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസ്, കുമ്പളങ്ങ, ചേന, ക്യാരറ്റ്, പിന്നെ കായ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. ഞാൻ ഇപ്പോൾ ഇത്രയുമാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് വെക്കുകയെന്ന് നോക്കാം. ഇനി നമുക്ക് കഴുകി വാരിയ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പച്ചക്കറിയെല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കണം. നമുക്കിനി അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ അരമുറി നാളികേരം ചിരുകിയതും 4 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ആവശ്യത്തിനുള്ള തൈര് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ തൈര് ആണ് കൂടുതലും ഒഴിച്ച് അടിക്കാറ്. കാരണം നമുക്ക് വെള്ളത്തിന് പകരം തൈര് ഒഴിക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിൽ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചാണ് അരച്ചിരിക്കുന്നത്. പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് ഒരാവി വരുന്നത് വരെ അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് ഓഫാക്കാം. അപ്പം നമ്മുടെ പാലക്കാടൻ അവിയൽ കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ കളർഫുള്ളായിട്ടുള്ളതും വൈറ്റ് കളറായിട്ടുള്ള ഈ അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.